ഇതെവിടെയാണ് പലർക്കും ഒരു തെറ്റ് വരുന്നത്? പലർക്കും അതിമോഹം കൊണ്ട് ഉള്ളൊരു വിധയുണ്ട്. ഇപ്പൊ ഷാജാൻ ബെൻസ് വാങ്ങിച്ചു, എനിക്ക് ബെൻസ് വേണം. ഓക്കെ, അത് തന്നെ പറയുന്നുണ്ടല്ലോ, യു ആസ്ക് ആൻഡ് യു ഡു നോട്ട് റിസീവ്. നീ ചോദിക്കുന്നുണ്ട്, നിനക്ക് കിട്ടുന്നില്ല, കാരണം നീ നിന്റെ സ്വാർത്ഥ മോഹങ്ങൾക്കായി. ജെയിംസിൽ സെൽഫിഷ് മോട്ടീവ്സിന് വേണ്ടിയാണ്. അപ്പൊ വിധയിലും ഇത് വന്ന് കടന്നു കൂടിയിട്ടുണ്ട്. അപ്പൊ ഷാജാൻ ബെൻസ് വാങ്ങിച്ചു, എനിക്ക് അതിൽ കൂടിയ വണ്ടി വേണം. അതല്ല, സോയിങ് ഇസ് എ ഡിവൈൻ നേച്ചർ ഓഫ് ഗോഡ്. ഇങ്ങനെ ഞാൻ പറയുക. കാരണം പിതാവ് പുത്രനെ നമുക്ക് വേണ്ടി വിതയ്ക്കുമായിരുന്നു. അതിന്റെ ഹാർവസ്റ്റ് ആണ് നമ്മളെല്ലാം. ഒരു മകനെ വിധിച്ചു ധാരാളം മക്കളെ പുത്രന്മാര് തേജസ്സിലേക്ക് നടത്തുകയാണ്. അപ്പോൾ അതാണ് ദൈവം കാണിച്ച് തന്ന മാതൃക. അത് ഫിനാൻസ് മേഖലയിൽ തന്നെ അല്ല, കൂടുതൽ നമ്മൾ ഫൈനാൻസ് ആയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ സമയം നമുക്ക് വിതയ്ക്കാം. ഇഫ് യു സോ ഓണർ ഇരിക്കുമ്പോൾ നമുക്ക് ഓണർ കിട്ടും. എല്ലാം സ്നേഹം വിതയ്ക്കാം. അപ്പൊ എല്ലാം നമുക്ക് നീ എന്ത് വിതയ്ക്കുന്നുവോ അതിനനുസരിച്ചുള്ള കൊയ്ത്താണ് നമുക്ക് വരുന്നത്. ഈ വേർഡ് പറയുന്നത് കൂടുതലും മെറ്റീരിയൽ ടച്ച് ചെയ്തല്ലോ. അതായത് കുടുപ്പീൻ അമർത്തി കുലുക്കി കവിയുന്ന ഒരാളോ മടി ബോസോ എന്നാ പറയുന്നത്, മടിയിൽ തരാമെന്ന് പറഞ്ഞത് അല്ലേ. ഗിവ് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ അൺടു യു വെൻ ഗിവ് ഇറ്റ്. അപ്പൊ കർത്താവ് പൈസയെ പറ്റി പഠിപ്പിക്കുക. മനുഷ്യന് പൈസന് മേളിലുള്ള ആ ഗ്രിപ്പ്, പൈസക്ക് അല്ലെങ്കിൽ മാമോന് മനുഷ്യന് മേളിൽ ഉള്ള ഗ്രിപ്പ് തകർക്കുവാൻ വേണ്ടി, അവൻ മനുഷ്യന് മേലുള്ള ബന്ധനത്തെ തകർക്കുവാൻ വേണ്ടിയാണ് ദൈവം കൊടുക്കാൻ പറയുന്നത്. കൊടുത്ത് ആ മാമോൻ നമ്മുടെ മേളിലുള്ള പൈസയുടെ മേലുള്ള നമ്മുടെ ആശ്രയത്തെ തകർത്ത് കഴിയുമ്പോൾ കർത്താവിന് നമ്മളുള്ള വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം പൈസ നല്ലതിനും ഉപയോഗിക്കാം, ചീത്തയ്ക്കും ഉപയോഗിക്കാം. അതിന് ഇംഗ്ലീഷിൽ ഞങ്ങൾ പറയാം ആംപ്ലിഫയർ എന്ന് പറയും. അതായത് ഭക്ഷണമോഹിയായ ഒരു മനുഷ്യന് കുറെ പൈസ കിട്ടിയാൽ എന്ത് ചെയ്യും? അദ്ദേഹം കൂടുതൽ ഭക്ഷണം കഴിക്കും. അല്ലെങ്കിൽ വണ്ടി പ്രേമികൾക്കാണെങ്കിൽ അവർ കൂടുതൽ വണ്ടി ഈസ് ആംപ്ലിഫൈ. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടോ അതിനെ പൈസ ആംപ്ലിഫൈ ചെയ്യും. അപ്പം ഇത് ഫൈനാൻസിന്റെ കാര്യത്തിൽ കൂടുതൽ പറഞ്ഞു വരുന്നത് ഒരാളൊരു 2 അന്നയിട്ട വിധവയുടെ കാര്യം. പക്ഷെ പോയിന്റ് പലരും മിസ് ചെയ്യേണ്ടത്, കർത്താവ് പറഞ്ഞ അവക്ക് ഉള്ളതെല്ലാം ഇന്റൻഷൻ, ആശ്രയമാണ് അവിടെ വിഷയം, പൈസയല്ല. ഞാൻ ആ ചർച്ചയിൽ പറയുന്നത്, ഇപ്പൊ ഒരു അച്ഛന് 1000 രൂപ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്നു. അച്ഛൻ 1000 രൂപ ഇട്ടു, 1000 ഉണ്ടായിരുന്നു, 100 രൂപ ഇട്ടു. ഈ അമ്മച്ചിയുടെ കയ്യിൽ 100 രൂപ ഉള്ളായിരുന്നു. അമ്മച്ചി 100 ഇട്ടു പോയി. അതല്ലേ എന്നെ ശരിക്കും അവിടെ ജീവനമാർഗം മുഴുവൻ അവിടെ ചില്ലി കാശ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിണുങ്ങുന്നതിനെ കുറിച്ച് അന്നത്തെ വിനിമയമാണ്, കറൻസി ആയിരുന്നത്. ഉള്ളതെല്ലാം ഇട്ടു. അപ്പൊ ആശ്രയമാണ്. ദ ക്വസ്റ്റ്യൻ ഇപ്പൊ 10 ലക്ഷം രൂപയുള്ള ഒരാൾക്ക് 1 ലക്ഷം രൂപ ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും. എന്നാൽ ദൈവം പറയുവാണ്, നീ അതിൽ 9 ലക്ഷം വിതയ്ക്കും. ഡിവൈൻ. ഇപ്പൊ ഞാൻ പൈയിലുള്ള എല്ലാം പൈസയും, ഓരോരുത്തർക്ക് വിശ്വാസത്തിന്റെ ശക്തി പല പല അളവിലാണ്. അപ്പോൾ എനിക്ക് ഒരാളെ അറിയാം, ഒരു മിനിസ്ട്രി നടത്തുന്ന അദ്ദേഹം 2 പ്രാവശ്യം അദ്ദേഹം മൊത്തം ബാങ്ക് അക്കൗണ്ട് കിടന്ന മൊത്തം പൈസ ദൈവം പറഞ്ഞപ്പോൾ കൊടുത്തു, മൊത്തം പൈസ. പക്ഷെ ഇന്നല്ല, ഇപ്പൊ ഒരു 2-3 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ മിനിസ്ട്രി ഇരുന്ന ബിൽഡിംഗ് $1 മില്യൺ വിലയുള്ള മിനിസ്ട്രി അദ്ദേഹം സീഡായിട്ട് ഒരാൾ കൊടുത്തു. പക്ഷെ അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഫസ്റ്റ് ടൈം when the Lord told me give everything എന്ന് പറഞ്ഞപ്പോൾ അത് ഡിവൈനായിട്ട് അദ്ദേഹം അത് ഉറപ്പ് വരുത്തിയോണ്ടാണ്. അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, ദൈവാത്മാവ് പറയുന്നു പൈസ മുഴുവൻ കൊടുക്കുവാൻ. അപ്പോൾ ഭാര്യ ചോദിച്ചു, ഹൗ ഷുവർ ആർ യു? അദ്ദേഹം പറഞ്ഞു 90%. ശരി, കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത്, എനിക്കിപ്പം പൈസയുടെ ബന്ധനമില്ല. ഐ ഹാവ് നെവർ ഫെൽറ്റ്. എനിക്ക് ആ കാര്യങ്ങൾ അതിനു മേളിൽ അദ്ദേഹം അപ്പൊ ജയിച്ചു. അതിനാണ് കർത്താവ് സോയിങ് എന്ന് പറയുന്നത്. ടു സോ ഇൻ എ സെൻസ് ദാറ്റ് money has no effect on your life. Whether God's effect is more than the money effect on his life. അതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ധനികനായ യുവാവ് കർത്താവിന്റെ ഒക്കെ വരുമ്പോഴേ ഇവന്റെ പണമായിരുന്നു ഇവന്റെ ദൈവം അല്ലേ. അതുകൊണ്ടല്ലേ ഇവനോട് പറഞ്ഞില്ലേ ഗോ ആൻഡ് സെൽ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ദുഃഖത്തോട് പോയെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഏസ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷേ കർത്താവ് അല്ലെ അങ്ങനെ പറയത്തില്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ ദൈവകൽപ്പനയും തികഞ്ഞ് ആരും ചെയ്തിട്ടില്ല. എല്ലാം മനുഷ്യന് കുറവുള്ള റോമൻസ് പറയുന്നുണ്ടല്ലോ, നോ മാൻ എവരി മാൻ ഹസ്, എല്ലാ മനുഷ്യനും പാപം ചെയ്ത് കൊള്ളരാത്രേ തീർന്നു. അപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന, അവൻ ആദ്യം വന്നിട്ട് സ്വയം നീതീകരണം ചെയ്യുകയാണ്. ഞാൻ ഇതെല്ലാം പണ്ടുതൊട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവം അവനോട് നിനക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്, അത് ആ വിഷയത്തിൽ പൈസയായിരുന്നു. അത് കാരണം അവൻ വിഷമിച്ചു. അവൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞത് ആശ്രയമാ. ഈ ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്നും വിടുവിക്കുന്നത്. ഈ വചനം ഒരർത്ഥത്തിൽ അവിടെ അപ്ലൈ ചെയ്യാൻ നമുക്ക്. അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഈ പൈസ കൊണ്ട്
നിനക്ക് ഈ പറയുന്ന നീതി ലഭിക്കുന്നത്. നീ എല്ലാം ചെയ്താലും ഈ പൈസ നിനക്ക് തടസ്സമായി നിൽക്കുക. ക്രോധദോഷ സമ്പത്ത് ഉപകരിക്കുന്നില്ല. ധനം വേണ്ടെന്നല്ല ഇവിടെ പറയാം. അല്ല, അങ്ങനെയാണ് അബ്രഹാം ഒരിക്കലും ആ സ്ഥാനത്ത് ഒത്തിരി പേരുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. പക്ഷെ അവരുടെ ഒന്നും ആശ്രയം പൈസയുടെ മേളിലല്ല. അതല്ലേ സോളമന് ദാവീദ് എത്രയോ സ്വർണം കൊടുത്തു. കാരണം ദാവീദ് ഇതുകൊണ്ട് ഒരിക്കൽ കർത്താവിന്റെ ആ മൈൻഡ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൈസയുടെ യാതൊരു ഇതൊരു പരീക്ഷണമാണെന്നുള്ളത് എൻ്റെ എന്നറിയോ. ഞാൻ ഒരിക്കൽ പറയുമ്പോഴേ ആർക്കെങ്കിലും ഏതൊരു അവസ്ഥയിലുള്ളവർക്കൊരു പ്രയോജനം വരട്ടെന്ന് വിചാരിച്ചു. ഞാൻ ഒരിക്കൽ പ്രയോജനം അറിയാമായിരുന്നല്ലോ, ഞാൻ ചിത്രകാരനായിരുന്നു, എല്ലാം ആദ്യം പോലുള്ള കാര്യങ്ങളല്ല. എനിക്കൊന്ന് ഞാനിവിടെ വരുന്ന സമയത്തും എനിക്ക് തോന്നുന്നു, അതോ അന്ന് നിർത്തിയില്ലെന്ന് തോന്നുന്നു തൊഴിൽ. പിതാവിൻ്റെ കൂടെ ചിത്രം വരയ്ക്കുന്ന സമയത്ത് നല്ല ഇൻകവും നല്ല രീതി. എനിക്ക് പത്തനംതിട്ട ഷോപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന ഘട്ടത്തിൽ എനിക്കൊരു വാഹനം വളരെ ആവശ്യം. നേരത്തെ ഒരു വാഹനം ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് എല്ലാം വിട്ടിറങ്ങിയതുകൊണ്ട് അത് കൊടുക്കേണ്ടി വന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഡോക്ടർ അജിത്തിൻ്റെ ഒരു ബ്രദർ, അദ്ദേഹം മരിച്ചുപോയി, സജിത്ത്, അദ്ദേഹം എൻ്റെ അടുക്ക വന്നു വെച്ച് ഞാൻ പാസ്റ്ററിനൊരു കാറിനൊരു സീഡ് തരുമെന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ വെറും ഒരു ചെറിയ എമൗണ്ട്, ഒരു 3000 രൂപ അടുത്തേ ഉള്ളൂ. നമുക്കറിയാം 3000 രൂപ കൊണ്ട് കാർ മേടിക്കാൻ 10-20 വർഷം മുമ്പുള്ള സംഭവം, 15 വർഷം. അപ്പം ഞാൻ പെട്ടെന്ന് തോമസ് പാസ്റ്ററിൻ്റെ കൂടെ നമുക്കറിയാം, അന്നേ അറിയാമല്ലോ സീഡിൻ്റെ ഒരു വെളിപ്പാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വിതയ്ക്കുന്ന വെളിപ്പാട്. ഷോർട്ടായിട്ട് പറയാം. അപ്പം ഞാൻ പെട്ടെന്ന് ആ സമയത്ത് വളരെ ടൈറ്റായിട്ട് ഞാൻ ഇരിക്കുന്നൊരു ഘട്ടമാണ്. അപ്പം അന്നും ദൈവം എന്നെ പഠിപ്പിച്ച ദശാംശം. അപ്പം ഞാൻ പെട്ടെന്ന് ആ 3300 രൂപ അത് മാറ്റിവെക്കാം, വൈഫും പറഞ്ഞു അത് മാറ്റിവെക്കാൻ പറഞ്ഞു. പിച്ചു കഴിഞ്ഞ് ദൈവശബ്ദം കേൾക്കുക, അതില്ല, നീ അത് ആ മുഴുവൻ എമൗണ്ട് നീ വിതയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മുഴുവൻ എമൗണ്ട് ഞാനപ്പം നമുക്ക് ചിന്തിക്കണം, ഒരു 30,000 രൂപയുടെ ആവശ്യമായിട്ടൊരു ഇരിക്കുമ്പോൾ ഒരു 3000 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം സുശീൽ പാഷ ഞാൻ പെട്ടെന്ന് വിളിച്ചു, തോമസ് പാഷ ഉണ്ടോ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആ കവറിൽ ആ 3000 രൂപ ഇട്ടിട്ട് ഞാൻ നേരെ കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ എഴുതി എനിക്കൊരു വാഹനത്തിനുള്ളൊരു സീഡ് കൂടാന്ന് പറഞ്ഞു. തോമസ് പാഷ അത് റിസീവ് ചെയ്ത് പ്രാർത്ഥിച്ചു. നോക്കിക്കോണം, ഇവിടെ പാല് പത്രം ഭയങ്കര ആവശ്യങ്ങൾ കിടക്കുക. അപ്പം എന്നെ ദൈവം ആദ്യം പ്രൂവ് ചെയ്തത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി അവിടെ ഒരു ഭൂമി വിറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 6000 രൂപ എൻ്റെ കൊടുത്തിരുക. അവിടെ ഒരു ഭൂമി വിറ്റ്, പാസ്റ്റർ പ്രാർത്ഥിച്ചാലും എനിക്കൊരു നന്മ കിട്ടിയത്. അപ്പോൾ ഡബിൾ അത് തന്നു. അതിനകത്തും ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ വാഹനം തരാൻ പോകും. അതിനകത്തുനിന്ന് അത് മൊത്തം പറഞ്ഞില്ല വിടാൻ, അതിനകത്തുനിന്ന് സീഡ് വിതയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 10,000-12,000 രൂപയോളം ദൈവരാജ്യത്തിന് വിതച്ച് കഴിയുമ്പോഴാണ് എനിക്ക് 7.5 ലക്ഷം രൂപയുടെ ഒരു ഡിസേർവ് ദൈവം തരുന്നത്. 5 വർഷം ഫുൾ EMI, 5 പൈസ കാര്യമില്ല. HDFC ബാങ്ക് പറഞ്ഞു, നിങ്ങളെ ഇപ്പോൾ ക്ലയൻറ്റ് ക്രെഡിറ്റ് സ്കോർ പറഞ്ഞാൽ ഇത്രയും ക്ലിയറായിട്ട് EMI അടച്ചിട്ടില്ല. അന്ന് 13 രൂപ വെച്ച് മാസം അടയ്ക്കാൻ. അപ്പം ഞാൻ എന്തോ പറയുന്നത് ചോദിച്ചാൽ ആ വിതയ്ക്ക് കൊയ്ത്തുണ്ടെന്നുള്ളത് അല്ലേ, 100 അനുഭവങ്ങൾ ഞാൻ ഇതേ തൊട്ടങ്ങ് പറഞ്ഞെന്നുള്ളത്. ഡിവൈൻലി ലെഡ് ആയിരിക്കും. പക്ഷേ അതിന്റെ കാര്യം ഡിവൈൻലി ലെഡ്. ഇപ്പൊ ചിലര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസയർ കിട്ടി, അപ്പൊ എനിക്ക് വേണം, ഞാൻ നാളെ ഒരു 5,000 രൂപ ഇടുക, അതാണ് കിണിയിൽ പൊച്ചത്. അപ്പം എന്നിട്ട് പറയൂ എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ വിതച്ചു. അവിടെ ഒരു ദൈവത്തിന് എക്സാക്ട്ലി അത് ക്ലിയർ ആയിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് വേണം ഒരു കാര്യങ്ങൾ ചെയ്യാൻ. കേട്ട് ഞാനിപ്പോ അടുത്ത സ്റ്റെപ്പ്, ഞാൻ എന്റെ ലീഡർഷിപ്പ് ഡെമോൺസ്ട്രേഷൻ ഇത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചിലരോട് ചോദിക്കും, ഈ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ അപ്രത്യക്ഷമായി നിങ്ങളുടെ കയ്യിൽ ഒരു എമൗണ്ട് വന്നാൽ, ഒരു ഫിനാൻഷ്യൽ ഗെയിൻ വന്നാൽ, നിങ്ങളത് വിതയ്ക്കുവാൻ റെഡിയാണോ? കാരണം ബൈബിള് പറഞ്ഞു, വിതയ്ക്കുവാൻ വിത്തും രണ്ടും കർത്താവ്. ഞാനത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾക്ക് ഈ ഇന്ന് മുതൽ ഇന്ന ഡേറ്റ് വരെ അല്ലെങ്കിൽ ഈ ആഴ്ചക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾ എത്ര പേര് ഇത് സഭയ്ക്ക് സംഭാവന ചെയ്യുകയും ചെയ്യും. അപ്പം ചിലരൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അപ്പം ആ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ ലൈഫിൽ ഇത് സംഭവിക്കും. ഓക്കെ, എന്തെങ്കിലും ചിലർക്ക് വലിയ എമൗണ്ട് വരികയൊക്കെ സംഭവിക്കും. ഇത് കേട്ട് ചിലർ എഴുന്നേക്കും, എന്നാൽ അവരുടെ ലൈഫിൽ ഈ ഇമ്പാക്ട് ഉണ്ടാകും. ആദ്യം എഴുന്നേറ്റവരുടെ ഇമ്പാക്ട് മനസ്സിലായി. അപ്പൊ ഇവർക്ക് ഇത്ര പൈസ കിട്ടിയുള്ളൂ, അപ്പൊ എനിക്കും വേണം, അതുകൊണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ ഒരു ഇതുണ്ട്. അപ്പൊ വിതയ്ക്കുവാൻ വിത്ത്. അപ്പൊ ഞാൻ ചിലരോട് പറയും, ദൈവം വിതയ്ക്കുവാൻ നിനക്ക് വിത്ത് തരും. വിത്ത് തരുന്ന ആ വിത്ത് വിതയ്ക്കുക തന്നെ വേണം. ആ വിത്ത് ഭക്ഷിപ്പാനും പാടില്ല, എന്നാൽ ഭക്ഷിപ്പാൻ തരുന്ന ആഹാരം വിതയ്ക്കുവാനും പാടില്ല. പറഞ്ഞാൽ ഞാനിത് പറയുമ്പോഴേ, ഇപ്പം നമുക്കറിയാലോ, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്. ഇപ്പം ദൈവദാസന്മാരെ ഇവിടെ നോക്കിയാലും അല്ലെ അവരെ സമ്പന്നരായി, അല്ലെ അവർക്ക് കാറായി, വീടായി. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളിൽ ഒരു നീതി വേണം. ഞാൻ എപ്പോഴും പറയും, ഞാനൊരു പാസ്റ്ററാണ്, ഞാൻ അവരോടെല്ലാം പറയും, നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക്, ഞാൻ വിതയ്ക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ വരണം. എൻ്റെ കുഞ്ഞുങ്ങൾ
ആദ്യം നന്മ കിട്ടുക അവർ അക്കൗണ്ടിൽ വന്ന ഉടനെ അവരുടനെ അറിയാമല്ലോ ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടില്ല. മീൻസ് അറിയാമല്ലോ, ഒരു ടൈത്താണെങ്കിലും ഞങ്ങൾ കൊടുക്കുന്ന ആ ഒരു ടൈത്ത് എന്നല്ല, ഒരു ഓഹരിയുടെ ലെവൽ. അപ്പം ഞാൻ നിങ്ങളെക്കാൾ പറഞ്ഞില്ല, പൗലോസ് പറഞ്ഞത് ചെയ്യുന്നു, നിങ്ങൾ അതിലേക്ക് വരണം. അപ്പോൾ ഒന്ന് ചെയ്ത് അവരെ നമ്മൾ പഠിപ്പിക്കുക. ഒരു സീഡ് നിങ്ങൾ ഇങ്ങനെ ഇന്ന ഒരു കാര്യം വരും, നിങ്ങളിങ്ങനെ ചെയ്യണം. കാര്യം അത് നമുക്കത് മുമ്പേ പറഞ്ഞൊരു തുക മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലും ഒരു വിത നമുക്കുണ്ടെങ്കിൽ അതിൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ പോയി, ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം പോയി. അപ്പം തീർച്ചയായിട്ടും ഞാൻ ആ ഭാഗം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, അപ്പം നമുക്ക് ദൈവ പൈതൽ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണോ? അതോ ദാരിദ്ര്യം എങ്ങനെ പിന്നെ അത് കയറിയത്? ഞാൻ അതൊരു ചോദ്യം ചോദിക്കും. എങ്ങനെ നമ്മളിൽ വന്നു? അത് പൂർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ? അതാ പറഞ്ഞത് നമ്മൾ കാര്യ വിചാരകന്മാരാണ്, വി ആർ സ്റ്റൂവർഡ്സ്. അപ്പോൾ സ്റ്റൂവർഡിന്റെ ജോലി എന്ന് പറഞ്ഞാൽ അവനെ യജമാനൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ യജമാൻ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യണം. അപ്പോൾ ചിലയിടങ്ങളിൽ നമ്മൾ ഇത് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു. അത് ഈ തലമുറ എന്നായിരിക്കും, ചിലപ്പോൾ പൂർവികന്മാര് ചെയ്ത എന്തെങ്കിലും തെറ്റായിരിക്കും. അപ്പൊ അങ്ങനെ ആ പോവർട്ടി അവരുടെ ലൈഫിൽ കടന്നുകൂടുന്നു ബിക്കോസ് ഓഫ് പുവർ സ്റ്റൂവർഡ്ഷിപ്പ്. അതിപ്പം സഭയിൽ നിന്ന് മാത്രമല്ല, കമ്പനികൾ പൊളിഞ്ഞു പോകുന്നില്ലേ, ക്ഷേത്രങ്ങൾ തന്നെ ഇപ്പൊ നമ്മൾ പലതും കാണുന്നുണ്ട്. അവിശ്വസ്ത വരുന്നുണ്ട്. അപ്പം നേരായ രീതിയിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ സാത്താൻ അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്. കാരണം കള്ളം വരുന്നത് മോഷ്ടിപ്പാനും അവന് നമ്മൾ ഇടം കൊടുത്താൽ അവനത് ചെയ്യും. അങ്ങനെയാണ് പോവർട്ടി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. മൈൻഡ് സെറ്റിലൂടെ വരത്തില്ലയോ, എനിക്ക് ഇങ്ങനെയൊക്കെ മതി, ഞാനിങ്ങനെ കർത്താവ് എനിക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തിലൊന്നുമില്ല, അതാണോ ശരിക്കും ആ വചനത്തിന്റെ വെളിപ്പാട്? അതല്ലല്ലോ. ഇപ്പൊ അല്ല, അതിന്റെ വെളിപ്പാട് അതല്ല. പക്ഷെ ഞാൻ പറയുന്നത് 1 കോടി രൂപയുടെ മുറത്തിരിക്കുന്ന ഒരാള് എനിക്ക് കർത്താവ് എനിക്ക് ഇതൊക്കെ മതിയെന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് പോവർട്ടി. എന്നെ അതേ പുറകിൽ പൈസയുണ്ട്, അതായത് മെനു റെഡിയാ, എനിക്കുള്ളത് മതി, മറ്റൊരാളെ നോക്കാതെ ഇരിക്കുക. കാരണം നമ്മുടെ നല്ല ശമരിയക്കാരന്റെ ഉപമയിൽ അപ്പം പലരും കുറെ നാളുകളായി എന്നെ പഠിപ്പിച്ചിരുന്നത് ഈ നമ്മളാണ് നല്ല ശമരിയക്കാരൻ. പക്ഷെ ഈ അടുത്തിടയിൽ ഒരാളുടെ വേറൊരു ടീച്ചിങ് എനിക്ക് കേട്ടു. അപ്പൊ അദ്ദേഹം പറയുന്നത് നല്ല ശമരിയക്കാരൻ യേശു, ആലയത്തിലെ ആളുകളാണ് നമ്മൾ. അപ്പൊ യേശു ആളുകളെ, പാപികളെ, രോഗികളെ സഭയിൽ കൊണ്ടുവരുന്നു, ശുശ്രൂഷിക്കേണ്ടത്, എന്നിട്ട് പണം നൽകുന്നതും യേശു. മനസ്സിലായി? അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഞാൻ ഇനിയും വരുവോളം നിങ്ങൾ ഇവനെ നോക്കിക്കൊള്ളുവേ, കുറവുണ്ടെങ്കിൽ തരാം, അപ്പൊ ഇനി അടുത്ത വരവ് അതോട് തികയ്ക്കും. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഞാനിപ്പോ പൈസ കാണുന്ന അപ്പൊ പൈസ കിട്ടുമ്പോൾ എനിക്കൊരു ബോണസ് കിട്ടിയാല് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാ, ഇപ്പം ലോർഡ് വാട്ട് യു വാണ്ട് മീ ടു ഡു വിത്ത് ദിസ്, എന്ത് ചെയ്യണം? ദൈവശബ്ദം കേൾക്കണം. ചിലപ്പോൾ ദൈവം പറയും, ആ വാക്കിലൂടെ റോജി പറയുന്നത് എന്റേതല്ല നിന്റേത്. 100%. ഒരിക്കലും ഞാൻ എന്റെ പൈസ എന്നൊരു കൺസെപ്റ്റ് നമ്മളെ സമർപ്പിക്കുന്നെങ്കിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിനാണ്, 100%. നമ്മുടേതല്ല. ചിലപ്പോൾ കർത്താവ് പറയും, നിനക്ക് ഇന്നാളി നീ ഇത് വേണമെന്നല്ല, അത് വാങ്ങിച്ചോ എന്ന് പറയും. ഇപ്പൊ ഞാൻ എന്റെ മോൻ ജോണത്തിന് ഇതാ പഠിപ്പിക്കുന്നത്. ഇപ്പൊ എനിക്ക് ചെറിയൊരു സാധനം വാങ്ങി പോലും, ഇപ്പൊ 10 രൂപയുടെ ഒരു സാധനം വാങ്ങിയാൽ പോലും ഞാൻ പറയും, യൂസ് യുവർ ഫെയ്ത്ത്, നീ എന്റെ വിശ്വാസം ഒന്ന് ഉപയോഗിക്കുക. അല്ല എന്റെ കയ്യിൽ 10 രൂപ ഉണ്ട്, എനിക്ക് പോയി അങ്ങ് ചെയ്യാം, കയ്യിലെടുക്കാതെ യൂസ് യുവർ ഫെയ്ത്ത്. എല്ലാവരും ചാൻസ് കിട്ടുമ്പോഴും ചെറിയ കാര്യത്തിലാണെങ്കിലും. പറഞ്ഞു അദ്ദേഹത്തിന്റെ പപ്പ പാസ്റ്ററായിരുന്നു. ഇദ്ദേഹം ആഫ്രിക്കയിലും കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ചെറിയ ഒരു സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സപ്പോർട്ട് വേണ്ട പപ്പ, ഇനി ഞാൻ വിശ്വാസത്തിൽ ജീവിക്കാൻ പോകുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു, $5 പോലും $5 പോലും അല്ലെ എന്തോട് അത് വിശ്വാസത്തിൽ എടുക്കുമെന്ന് പറഞ്ഞു. അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അല്ലേ? മനസ്സിലായി. തീർച്ചയായും. ഞാൻ ഡിസ്കൗണ്ടിലായത് കൊണ്ട് ഒരു സാധനം വാങ്ങിക്കാറില്ല. പക്ഷെ ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സാധനം എപ്പോഴും ഡിസ്കൗണ്ടിലായിരിക്കും. അടുത്ത സമയത്ത് ഞാൻ ഏതാണ്ട് വാങ്ങിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം, അതിന് മുമ്പിലത്തെ പ്രാവശ്യം ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ, അതാണ് ഞാൻ ലാസ്റ്റിൽ ഓർക്കുന്നത്, വാങ്ങിക്കാൻ പോയപ്പോൾ അന്ന് അപ്പോൾ ആ വാങ്ങിക്കേണ്ട ആ ദിവസം ഇതുപോലൊരു ജൂണ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് എന്തോ അവർ പറഞ്ഞു, ഇന്ന് വാങ്ങിച്ചാൽ 20,000 രൂപ ഈ ഫോൺ കുറവാണ്. അപ്പോൾ 20,000 രൂപ. അപ്പോൾ മനസ്സിലായി, ഇപ്പൊ 20,000 സേവ് ചെയ്ത പോലെ ആയി. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോഴും അല്ലാതെ ഞാൻ ഡിസ്കൗണ്ട് കാണുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. ഇപ്പം ഞാനിത് ഫിനാൻഷ്യൽ ഏരിയയിൽ അത് പഠിപ്പിക്കുമ്പോൾ അതിന് ഒരു ഡിസ്കൗണ്ട് കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്യത്തില്ല. ആ ഡിസ്കൗണ്ടില്ല, എന്നാ വാങ്ങിച്ചേക്കാം. അതാണ് ലോർഡ് ലീഡ്സ്, കർത്താവ് എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഡിസ്കൗണ്ട്, ഞാൻ ഫുൾ പ്രൈസ് കൊടുക്കാൻ റെഡിയാ, എന്റെ പൈസയുണ്ട്. പക്ഷെ കർത്താവ് പറയും, വേണ്ട, നീ ഫുൾ പ്രൈസ് കൊടുക്കണ്ട, ആ സാധനം നിനക്ക് ഡിസ്കൗണ്ടിലായിരിക്കും. നമ്മുടെ തലമുറ എല്ലാം അത് പഠിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ മോറുടെയൊക്കെ ചെല്ലുമ്പോൾ
അപ്പോൾ ആരോ ഒരു എമൗണ്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു മോക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അവൾ ജോലിയുണ്ടെല്ലാം ഉണ്ട്. അവൾ പെട്ടെന്ന് അതിനകത്തുനിന്ന് ഒരു എമൗണ്ട് മാറ്റി പപ്പാടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അവൾക്ക് തന്നാ. അല്ല അത് എൻ്റെ ഇന്നതാ ടൈത്താ എന്ന് വെച്ചാൽ അവിടെ സീഡാ. അപ്പോൾ സീഡാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നേക്കാൻ പറഞ്ഞു. മീൻസ് എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ അവളല്ലാതെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കും. മോനെ എൻ്റെ മക്കളോട് ഞാൻ എൻ്റെ ഇതാ സീഡാ. ചേട്ടൻ നമ്മൾ നന്മ കൊടുക്കുമ്പോൾ പറയും അയ്യോ പാഷ എനിക്ക് തരുമോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളുടെ സീഡെന്ന് പറഞ്ഞാൽ അവർ മിണ്ടത്തില്ല. കാരണം സീഡെന്ന് പറയുമ്പോൾ എൻ്റെ അനുഗ്രഹത്തില്ല, ഞാൻ വിതയ്ക്കുക. അവരത് റെസിസ്റ്റ് ചെയ്താൽ എൻ്റെ കൊയ്ത്ത് പോകും അവിടെ അല്ലേ. ഓക്കെ. പിന്നെ റോജി ബ്രദർ നമ്മൾ മുമ്പേ പറഞ്ഞ ആ കാര്യത്തിലേക്ക് കൂടെ നമുക്ക് ടച്ച് ചെയ്ത് പോവാം. ഈ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ആ വിശ്വസിക്കുന്നതിലുപരിയായി നോയിങ്ങിൻ്റെ ഒരു തലം പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കുക. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ വിശ്വാസി വരുമ്പോൾ നമ്മൾ വിശ്വാസികളാണ്. വി ആർ ബിലീവേഴ്സ്. അതാണ് നമ്മൾ ബിലീവേഴ്സ് എന്ന് പറയുന്നത്. വി ആർ ബിലീവേഴ്സ്. പക്ഷേ ഈ ബിലീഫിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. നമ്മൾ ആശ്രയിക്കാൻ പഠിക്കുക. അത് കുറച്ച് കാര്യങ്ങൾ ബിലീവ് ചെയ്ത് ഇപ്പോൾ ഷായ്ച്ചൻ എടുത്തു നിന്ന് ഞാൻ എല്ലാ ദിവസവും 10 രൂപ കടം വാങ്ങിക്കുന്നിരിക്കട്ടെ. അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഷായ്ച്ചൻ എടുത്ത് എല്ലാ ദിവസവും 10 രൂപ കടം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഷായ്ച്ചൻ ട്രസ്റ്റാണ്. കാരണം ഷായ്ച്ചൻ എനിക്ക് എല്ലാ ദിവസവും 10 ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അത് ഇങ്ങോട്ട് കരഞ്ഞു വരുമ്പോൾ അടുത്ത സ്റ്റേജാണ് നോ. നേരം വെളുക്കുമ്പോൾ എനിക്ക് അറിയാം ഇന്ന് ഷായ്ച്ചാൻ എൻ്റെ 10 രൂപ തരും. ബിലീവ്, ട്രസ്റ്റ് ആൻഡ് നോയിങ്. ഈ നോയിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പേന ഞാൻ താഴോട്ട് ഇട്ടാൽ അല്ല എന്റെ കയ്യിൽ നിന്ന് പോയാൽ ഇത് താഴെ വീഴുമെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഗ്രാവിറ്റി ബിക്കോസ് പീപ്പിൾ നോ, യു നോ ഇറ്റ് വിൽ ഗോ, യു ഡോണ്ട് ഹാവ് ടു ബിലീവ് ഇറ്റ് വിൽ ഫോൾ എന്ന് പറയുന്നത് പോലെ ദൈവമായിട്ടുള്ള നമ്മുടെ ഫെലോഷിപ്പ്, നമ്മുടെ ഇന്റിമസി വർദ്ധിച്ചു കഴിയുമ്പോൾ യു വിൽ റീച്ച് എ സ്റ്റേജ് ഓഫ് നോയിങ്. അതുകൊണ്ട് പറഞ്ഞ ടേസ്റ്റ് ആൻഡ് നോ ഹൗ ഗുഡ് ദ ലോർഡ് ഈസ്. രുചിച്ചു നോക്കൂ. അപ്പൊ ഈ ഫെലോഷിപ്പിന്റെ ഇത് ആദാമും ഔവയും ഒരുമിച്ചായപ്പോ പറഞ്ഞ ആദം ന്യൂ ഈവ് and they gave birth to now. അപ്പൊ ആ intimate fellowship എത്തിക്കുമ്പോൾ you will come to a place where I know. അതന്നെ കർത്താവ് പറഞ്ഞു if you know the truth will set you free. Know the truth, believe അല്ല പറഞ്ഞു, not believe. അതാണ് ഷാദ്രാഖ് മേശക് അബേദ്നെഗോ തീച്ചുള്ളിലിട്ട് ഇടാൻ നേരത്ത് പറഞ്ഞില്ലേ, we know, we believe എന്നല്ല അവർ പറയുന്നത്. our God whom we serve will deliver us even if not. പക്ഷെ അത് അങ്ങനെ പറയണമെങ്കിൽ അറിവ് അത് ഒരുപാട്. അത് കർത്താവ് അല്ലെങ്കിൽ ഈ വചനത്തിൽ നമ്മൾ സമയം ചെലവഴിച്ച് വചനം നമ്മുടെ 5 സെൻസസ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കാട്ടും സത്യമായിട്ട് വരും. ഓക്കെ, അപ്പം വാട്ട് യു സീ ഇൻ ദ വേർഡ് വിൽ ബിക്കം മോർ റിയൽ ദാൻ വാട്ട് യു സീ വിത്ത് യുവർ 5 സെൻസസ്, വാട്ട് യു സീ യുവർ ഫീൽ വിത്ത് യുവർ 5 സെൻസസ്. അവിടെയാണ് നോയിങ്ങിന്റെ സ്റ്റേജ് വരുന്നത്. അതായത് വചനത്തിൽ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുന്നില്ല എങ്കിൽ ഉടനെ അതിനെ നമുക്ക് തിരുത്തുവാൻ, to know, I know this is not how it should be എന്ന് പറയും. അപ്പം നോയിങ് എന്ന് പറയുന്നത്. അപ്പം അത് കാലക്രമേണയാണ് പല ഇൻഡിവിജ്വൽസിലും അത് വ്യത്യസ്തമായിട്ടാണ് നടക്കുന്നത്. പക്ഷെ അത് നടക്കുന്നതിന് അതിൻ്റെ മെയിൻ ആ പ്രോഡക്റ്റ്, ആ നോയിങ് എന്ന തലത്തിലേക്ക് നമ്മൾ പോകുന്നത് ഈ ഫെലോഷിപ്പിലൂടെയാണ്. ആ ഫെലോഷിപ്പ് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ആ നോയിങ് സ്റ്റേജിലേക്ക്. പൗലോസിന്റെ മിനിസ്ട്രിയിൽ ആദ്യം പറഞ്ഞു സ്വർഗീയ ദർശനമാണ് നമ്മളുടെ ടെസ്റ്റ് മണി മുഴുവൻ. ഞാനിങ്ങനെ പോകുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്, പിന്നീട് തലം മാറി അവനെയും അവന്റെ പുനരുദ്ധാനത്തിനെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിന് അപ്പൊ സംഭവം അവിടെ അറിഞ്ഞു, ക്രിസ്തുവാണെന്നും അവൻ കർത്താവാണെന്നും എല്ലാം വെളിപ്പെട്ടു. പിന്നെ അവിടെ നിൽക്കുന്നില്ല. പിടിച്ചുവെന്നോ ലഭിച്ചുവെന്നോ എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്കും പിടിക്കാമെന്ന് വിചാരിച്ച് ആ ഒരു യാത്രയിലേക്ക് പോകുന്നതാണല്ലോ. അതല്ലേ പൗലോസ് ഐ നോ ഹൂം ഐ സർവ്, എനിക്കറിയാം ആരെ വിശ്വസിച്ചിരിക്കുന്ന ഞാൻ അറിയുന്നു അല്ലേ. ആ തലമാ ശരിക്കും റോജി ബ്രദറെ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി. ആ വ്യക്തിയെ കുറിച്ചല്ലേ പറയുന്നത്, വൻമഴ ചൊരിഞ്ഞു, നദികൾ. അങ്ങനെ ഒരു വ്യക്തികൾ പെർസിക്യൂഷൻ വരുമ്പോഴും നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴും നമുക്കൊന്നും വായിക്കാനില്ല. ബിക്കോസ് വി നോ ഹൂ വി ആർ. വി നോ ഇവിടെ ആണെങ്കിലും കൊറോണ ആയാലും ഷിഗല്ല ആയാലും എന്ത് വന്നാലും അവര് പറയും അതൊക്കെ വരും പോകും. പക്ഷെ നമ്മളെ നെവർ മൈൻഡ്. ആ ലെവലിലേക്ക് അവർ വളരെ വലിയ. ഒരിക്കലേ ഒരു ചിത്രകാരന്മാർക്ക് ഒരു കോമ്പറ്റീഷൻ അതിനകത്ത് വരുമ്പോൾ അതിനകത്ത് പ്രത്യേക ഒരു അവാർഡ് കിട്ടിയ ഒരു ചിത്രകാരൻ വരച്ചെന്നറിയോ, ഒരു ഭയങ്കരമായ സ്റ്റോം, അതായത് ഭയങ്കര കൊടുങ്കാറ്റും വൃക്ഷങ്ങളെല്ലാം കൊട്ടപ്പഴകി പോകും. അതിനകത്തൊരു ഒരു കിളിക്കൂട്, ഒരു കിളി സുരക്ഷിതമായിട്ടിരിക്കുന്നു. ഭയങ്കര സംഭവം നടക്കുമോ. ഇതല്ലേ യേശു നമുക്ക് ഇല്ല, യേശു ഒരുക്കിയതല്ലേ അന്നോ ശരിക്കും പറയാം, യേശു ഇല്ലേ അതല്ലേ ഒരുക്കിയത്. നമുക്ക് അതേ ഒരു ഫ്രീഡം ഇല്ല തന്നിരിക്കും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്,
ഈ വചനത്തിൽ നിന്നാൽ പ്രശ്നമില്ല. ഇതൊന്നും നമ്മളെ അതല്ലേ ഇദ്ദേഹം പറയുന്നതും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നൺ ഓഫ് ദിസ്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഇതൊന്നും സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. അവർ തലത്തിലേക്ക് വളരണമെങ്കിൽ വചനധ്യാനത്തിലൂടെ, അതാണ് ആത്മീയ പക്വത അല്ലേ. ആ ലെവലിലേക്കൊക്കെ വളരുന്നവര് അത് ഇല്ല, പുറമേ ഉള്ള പല കാര്യങ്ങൾക്ക് അവർ പിടുത്തവിടത്തില്ല. കർത്താവുമായിട്ടുള്ള സ്നേഹത്തിലേക്ക് യാത്ര, ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം. പിന്നെ അതുപോലെ ഈ നോയിങ്ങിന്റെ ലെവൽ എന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പിലാണ് അത് തുറന്നു വരുന്നത് അല്ലേ. വചനവും ആത്മാവും ഒരുപോലെ സ്പിരിറ്റ് ആൻഡ് ലൈഫ് എന്നാ അതൊന്നിച്ചു പോകണം. അപ്പൊ ആ ഒരു ബാലൻസ് കുറച്ച് ഇൻഡെപ്ത് ടീച്ചിങ് ആണ്, പക്ഷെ ആ ഒരു ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിപ്പോൾ ഈ സന്തോഷം ബേസിൽ പറഞ്ഞില്ല, ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധമാണ്. ഈ സന്തോഷം നമുക്ക് നിലനിൽക്കുന്ന ഒരു സന്തോഷം പലപ്പോഴും നമുക്കറിയാലോ, നമ്മൾ കേൾക്കുന്ന വാർത്തകളും സാഹചര്യങ്ങളൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കുന്നു. നിലനിൽക്കുന്ന ഒരു സന്തോഷം, അതിന്റെ രഹസ്യം എന്താ? നിലനിൽക്കുന്ന ഒരു സന്തോഷം, അതായത് പൗലോസ് കാരാഗ്രഹത്തിൽ പറഞ്ഞു, ഐ ടെൽ യു അഗൈൻ ആൻഡ് അഗൈൻ റിജോയ്സ് ഇൻ ദ ലോർഡ്. അപ്പൊ അത് പറയണമെങ്കിൽ എങ്ങനെ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു തലം. ഇപ്പം ഞാനിപ്പം റിയൽ ലൈഫിൽ പറയാം. ഓസ്ട്രേലിയയില് ഒരു ചർച്ചുണ്ട്. അപ്പൊ അവിടെ ആ ചർച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ചർച്ചിൽ എല്ലാ 3 വർഷം കൂടിയിരിക്കുമ്പോൾ അവർ പുതിയൊരു ചർച്ച് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇപ്പം ഓസ്ട്രേലിയയിലായിരിക്കുന്ന 2-3 ഇന്ത്യൻ ഫാമിലീസ് ആ ചർച്ചിൽ പോയ ശേഷം കഴിഞ്ഞ 3 to 5 ഇയേഴ്സിനിടയിൽ തിരികെ വന്ന് ബാംഗ്ലൂരിൽ 3 ചർച്ച് സ്റ്റാർട്ട് ചെയ്തു. ആ പാസ്റ്ററിന്റെ, ആ ചർച്ച അന്നേരം നടന്നൊരു പാസ്റ്ററിന്റെ ഫാദറിലോ പാകിസ്ഥാനിൽ മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പാശ്ചാത്യത്തിൽ നിന്ന് പലരും പോകാൻ ആഗ്രഹിക്കുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് അത് വിട്ട് ഇതുപോലുള്ള പാകിസ്ഥാന് തിരിച്ച് ഇന്ത്യയിലൊക്കെ വന്നിട്ട്, അപ്പം ഞാൻ ഇപ്പൊ ഇവരെ പഠിക്കും. അപ്പൊ ഇവരോട് ഞാൻ ചോദിക്കുന്നത് വാട്ട് ഇസ് ദിസ് എന്ന് പറയും. അപ്പോൾ ഈ ക്രിസ്തുവിനെ പറയുന്നത് കേട്ട് പിതാവിനോടുള്ള ബന്ധത്തിലായിരിക്കുവാൻ കഴിയുന്ന ആ ഒരു ലൈഫിന്റെ ഒരു കണ്ടീഷനുണ്ട്. അതിൽ നിന്ന് ആണ് ഈ ഡിവൈൻ ജോയ്, സേവനങ്ങളിലൂടെ ഒബീഡിയൻസ്. അപ്പൊ ചെയ്തില്ലേലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഹി ലവ്സ് us. പക്ഷെ ഇപ്പൊ എന്റെ മോന് ഞാൻ പറയുന്ന ഒരു കാര്യം അവന് ഇഷ്ടമില്ലെങ്കിലും അവൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോയ് ഉണ്ട്, ഒരു ജോയ്. അപ്പൊ ആ ഒരു ജോയ്, അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ പറ്റും പറയാൻ സാധിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചിട്ട് മെസ്സേജ് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ദൈവം എന്റെ ഹൃദയത്തിൽ പറഞ്ഞത്, ഈ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മൾ അറിവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, എൻ്റെ പിതാവ് എന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. അന്നത്തെ കാലം അറിയാമല്ലോ, തെറ്റ് ഞാൻ ഒത്തിരി ചെയ്യുകയും അദ്ദേഹം പറഞ്ഞതിന് വിപരീതമായിട്ട് അല്പം കൂട്ടുകെട്ടും. അപ്പോൾ എനിക്ക് ശിക്ഷിക്കുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സ്നേഹം ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയാമായിരുന്നു പുള്ളി എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ദൈവം നമ്മളെ ശിക്ഷിക്കുകയല്ല, പണിഷ് ചെയ്യുകയല്ലോ, ഡിസിപ്ലിൻ ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആകുമ്പോഴും ആ സ്നേഹത്തിലാണ് ഇത് ചെയ്യുന്ന അറിയാമെങ്കിൽ പല കാര്യങ്ങൾ, ഞാൻ ഉപദ്രവങ്ങളല്ല പറഞ്ഞത്, പല കാര്യങ്ങൾ ദൈവം നമ്മളെ തിരുത്തുമ്പോഴും നമ്മൾ അവനെ സ്നേഹിക്കുന്നെന്ന് വന്നാൽ ഏത് കാര്യങ്ങളിലും ഒഫൻഡ് ആകാതെ അല്ലേ നമുക്ക് മുമ്പോട്ട് ഫോളോ ചെയ്യാൻ കഴിയുമല്ലേ. ബിക്കോസ് ഗോഡ് കറക്ട്സ് us in the New Testament ആ വേർഡിലൂടെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തിരിക്കുന്ന സഭയിൽ പോകുമ്പോൾ, സഭയിൽ ചെല്ലുമ്പോൾ പാസ്റ്റർ ആ വിഷയത്തെ പറ്റി സംസാരിക്കുമായിരിക്കും. അപ്പൊ ഗോഡ് മൈറ്റ് ബി ടോക്കിംഗ് ത്രൂ ദ പാസ്റ്റർ ടു us. അപ്പൊ ആ പാസ്റ്റർ എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് പാസ്റ്ററോട് ഒരു പക്ഷേ ആക്ച്വലി ഗോഡ് മൈറ്റ് ബി കറക്റ്റിംഗ് ത്രൂ ദ മാൻ. വേർഡിലൂടെയാണ്. ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഗുഡ് ഫോർ കറക്ഷൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാം. അതിൽ ഒരു എലിമെന്റ് കറക്ഷനാണ്. അപ്പൊ ആ ഒരു കറക്ഷൻ ദൈവവചനത്തിലൂടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതാണ് ദൈവം കറക്റ്റ് ചെയ്യുന്ന രീതി, ഈസ് ത്രൂ ഹിസ് വേർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വെച്ചൊന്ന് സമറൈസ് ചെയ്യാം. നമ്മൾ സ്പിരിറ്റ് സോൾ ബോഡിയെ പറ്റി സംസാരിച്ചു, നമ്മൾ വിധേയം കൊയ്ത്തിനെ പറ്റി സംസാരിച്ചു, ഗോഡ്ലി പാരന്റിങ്, ഡിവൈൻ ഹീലിംഗ്, ഡിവൈൻ ജോയ്, ഈ മേഖലയെക്കുറിച്ചെല്ലാം സംസാരിച്ചു. ഇന്ന് ഞങ്ങളെ കാണുന്ന പ്രേക്ഷകരോട് 2 കാര്യങ്ങൾ ആണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഒന്ന്, വിശ്വാസത്തിൽ, അതായത് കർത്താവിനെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വിശ്വാസികൾ, നിങ്ങളുടെ മനസ്സിൽ, അതായത് നിങ്ങൾ സോളിൽ എന്തെങ്കിലും പ്രയാസത്തിലോ വിഷമത്തിലോ കുറ്റബോധത്തിലോ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്ന് നിലകൊള്ളുന്നുവെന്ന് മാത്രമല്ല, അതിനെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ
ന്യൂസുകൾ നിങ്ങളുടെ ചെവിയിലെത്തിയാലും നിങ്ങളുടെ ആത്മാവ് പുത്രത്വൻ്റെ ആത്മാവ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് വിജയകരമായ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി പൂർത്തിയാക്കുവാൻ വേണ്ടതെല്ലാം ആ ആത്മാവിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജഡിക ചിന്തയിൽ നിന്നും അകന്ന് ഈ പുത്രത്തിൻ്റെ ആത്മാവിലേക്ക് ചേരുവാൻ, അത് വചനം ധ്യാനിച്ച് വെളിപാടിൽ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് കൂടുതൽ ആ പുത്രത്തിൻ്റെ ആത്മാവിലേക്ക് ഊന്നുവാൻ കർത്താവ് ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അല്ലെ, കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ യേശുക്രിസ്തുവിനെ പറ്റി അറിയുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്, മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവിൻ്റെ നിങ്ങളുടെ സ്ഥിതി എന്താണ്, ആ ആത്മാവിനെ വീണ്ടും ജീവിപ്പിക്കുവാൻ യേശുക്രിസ്തുവിന് കൂടെ അല്ലാതെ മറ്റാരിലൂടെയും കഴിയത്തില്ല എന്ന് അറിവില്ലാതിരുന്ന ഒരു സമയത്തിലൂടെ ആവാം. നിങ്ങൾക്ക് ഈ സമയം യേശുവിനെ സ്വീകരിക്കുവാൻ ഒരു ക്ഷണം ഈ സമയം നൽകുകയാണ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ വളരെ ഫ്രീ ആയിട്ട് കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ നിമിഷം തന്നെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരികയും നിങ്ങളുടെ ആത്മാവിന് ജീവൻ പ്രാപിക്കുകയും ചെയ്യും. അത് മുഖാന്തരം നിങ്ങൾക്ക് യഹോവ ദൈവം ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാനും ദൈവം നിങ്ങളിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ഈ ഭൂമിയിൽ നിവൃത്തിയാക്കുവാനും സാധിക്കും. Father God, I just thank you for this time, Lord, and for those who are seeing and hearing, Lord, this message today, Lord, Father, that നിന്റെ സ്നേഹം കൊണ്ട് കർത്താവെ അവരുടെ ഉള്ളിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അഗാപ്പ സ്നേഹം, ദൈവികമായ സ്നേഹം കൊണ്ടുള്ള അവരുടെ ഉള്ളിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഏതൊക്കെയോ ഇടങ്ങളിൽ ലോർഡ് പ്രയാസത്തിലൂടെയും വിഷമത്തിലൂടെയും കടന്നു പോകുന്നു. ആ ഇടങ്ങളിലൊക്കെ നീ അവർക്ക് പരിഹാരമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനും ഒന്ന് വിളിച്ചാൽ ആ വിളിപ്പുറത്ത് നീ ഓടി എത്തി ആ പരിഹാരം കൊടുക്കുന്ന ദൈവമായി അവരുടെ പിതാവായി കൂടെ ഉണ്ടെന്നുള്ള ബോധം ഇന്ന് അവരിൽ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അതുപോലെ തന്നെ ഇന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ നിന്റെ ആത്മാവിനെ അയച്ച് സ്ഥിരപ്പെടുത്തി പരിശുദ്ധാത്മാവെ അതിനെ മുദ്രയിട്ട് അവരെ പുതിയൊരു സൃഷ്ടിയാക്കുന്നതിനായി നന്ദി പറയുന്നു. വരും കാലങ്ങളിൽ കർത്താവിൻ്റെ നന്മ അനുഭവിച്ചറിയുവാനും നിന്റെ വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുവാനും നിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റുവാനും അവരെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശാദമേ, അവരെ എല്ലായ്പ്പോഴും കൂടെയിരുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കേട്ടിരിക്കുന്നതാൽ സ്തോത്രം. ആമേൻ. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇത്രയും നേരം ദൈവവചനത്തിൽ നിന്ന് പല വെളിപ്പാടുകൾ വിശ്വാസം സംബന്ധിച്ച് ആത്മാവെ ദേഹം ദേഹി എന്ന തലങ്ങളെ പല കാര്യങ്ങളിലൂടെ പ്രിയ റോജി ചാക്കോയിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വെളിപ്പാടുകൾ വീണ്ടും വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞ ലീഡർഷിപ്പ് അനവധി പേരെ പണിയുവാനായി അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കുകയാണ്. വീണ്ടും ഈ ബ്രദറിനെ ദൈവം ശക്തീകരിക്കട്ടെ. കർത്താവ് അൺമെഷറബിളി, അതായത് ഒരളവില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയും എല്ലാ കുറവുകളാലും നിറയ്ക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. റോജി ബ്രദറെ ഒത്തിരി അനുഗ്രഹമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു ഫോർ ജോയിനിങ് ടു അസ്. ദൈവം ധാരാളം ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു.